എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയെ ഓർത്ത് നിങ്ങൾ ഈ വീഡിയോ കാണുക. ആ വ്യക്തി സത്യത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും അറിയണം എന്നുള്ളതാണ് പറയുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നു. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആ വ്യക്തി സത്യത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? അതിനു മുമ്പ് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ആ വ്യക്തിയുണ്ട്. യഥാർത്ഥത്തിൽ ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങളത് കാണുവാൻ ശ്രമിച്ചെങ്കിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. അല്ലാതെ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ തമ്പനയിലുള്ള അട്രാക്ഷൻ കൊണ്ടല്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആ വ്യക്തിയെ അത്രമാത്രം സ്നേഹിക്കുന്നു. ആ വ്യക്തി എപ്പോഴും നിങ്ങളെ സ്നേഹിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു. ആ വ്യക്തിയുടെ സ്നേഹ വലയത്തിൻ്റെ ഉള്ളിൽ തന്നെ പെട്ട് ജീവിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരിക്കൽ പോലും നിങ്ങൾ ആ സ്നേഹവലയത്തെ ഭേദിച്ചുകൊണ്ട് പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ മനസ്സിൽ അത്തരമൊരു താല്പര്യവുമില്ല. എപ്പോഴും ആ സ്നേഹ വലയത്തിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുക, ആ സ്നേഹവലയത്തിൻ്റെ ഉള്ളിൽ തന്നെ ജീവിതത്തെ കൊണ്ടുവരിക. അതിൻ്റെ അപ്പുറത്തേക്ക് പോകുവാനോ അതിൻ്റെ അപ്പുറത്തേക്ക് എത്തപ്പെടാനും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കാരണം ആ വ്യക്തി നൽകുന്ന സ്നേഹം നിങ്ങൾ അത്രത്തോളം വലുതായി കാണുകയാണ്. ആ വ്യക്തി നൽകുന്ന സ്നേഹം നിങ്ങളെ അത്രത്തോളം ആകർഷിക്കുകയാണ്. അതില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. നിങ്ങൾ ആ സ്നേഹത്തെ അറിഞ്ഞ് മനസ്സിലാക്കിയാണ് ജീവിക്കുന്നത്. നിങ്ങൾക്കിത് ഈശ്വരൻ, മുകളിലുള്ള ശക്തി അറിഞ്ഞു നൽകിയതാണ് ആ സ്നേഹമെന്ന് തന്നെയാണ് നിങ്ങൾ കരുതുന്നത്. ആ സ്നേഹത്തിൻ്റെ അപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു കാര്യം, ഏതെങ്കിലും ഒന്ന് നേടുവാൻ പോലും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ സ്നേഹത്തെ അത്രത്തോളം വലുതായിട്ടാണ് നിങ്ങൾ കാണുന്നത്. ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികളുണ്ടെങ്കിലും, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ സ്നേഹം ഒട്ടും കുറയാതെ നിങ്ങൾക്ക് തന്നെ ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. ആ സ്നേഹത്തിൽ അല്പമെങ്കിലും കുറവ് വന്നാൽ അത് നിങ്ങൾക്കൊരിക്കലും സഹിക്കാൻ കഴിയുന്ന ഒന്നല്ല. എപ്പോഴും ആ സ്നേഹം നിങ്ങൾക്ക് തന്നെ ലഭിക്കണമെന്നും ആ സ്നേഹത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ എന്ന് തന്നെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. മറ്റാർക്കെങ്കിലും ആ സ്നേഹം പകുത്തു നൽകുന്നത് നിങ്ങൾ അല്പം പോലും ഇഷ്ടപ്പെടുന്നില്ല. ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ മറ്റാരെങ്കിലും ആ വ്യക്തിയെ അടുത്ത് വന്ന് പെരുമാറുന്നതോ, ആ വ്യക്തിയുടെ അടുത്ത് ഇരിക്കുന്നതോ, ആ വ്യക്തിയുടെ അടുത്ത് സംസാരിക്കുന്നതോ, ആ വ്യക്തി ഇങ്ങോട്ട് മറ്റൊരു വ്യക്തിയോട് സംസാരിക്കുന്നതോ ഒന്നും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കാരണം നിങ്ങളുടെ മനസ്സിലുള്ളത് യഥാർത്ഥ പ്രണയമാണ്. നിങ്ങളുടെ മനസ്സിലുള്ളത് യഥാർത്ഥ സ്നേഹമാണ്. അതിനെ ഇല്ലാതാക്കിക്കൊണ്ട്, അതിനെ വിലവെക്കാതെ ആര് വന്നാലും അത് നിങ്ങൾക്ക് കഴിയില്ല ഉൾക്കൊള്ളാൻ. നിങ്ങൾ യഥാർത്ഥ ഇഷ്ടത്തെ, സ്നേഹത്തെ കാണുന്നു, ഇഷ്ടപ്പെടുന്നു. അത് നിങ്ങളുടെ ജീവിതമാണെന്ന്, എൻ്റെ യാഥാർത്ഥ്യമാണെന്ന് നിങ്ങൾ കാണുന്നു. മറ്റാരൊക്കെ ഇതിന് പകരമായിട്ട്, ആരൊക്കെ ഇതിന് ബദലായിട്ട് വന്നാലും നിങ്ങൾക്ക് അവരെയൊന്നും വേണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയെ മാത്രം മതി. നിങ്ങളുടെ വ്യക്തിയുടെ സ്നേഹം മാത്രം മതി. അധികാരം, കീർത്തി, ധനം, ഭൗതിക സൗകര്യങ്ങൾ, അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ സ്നേഹിക്കുന്നു. വ്യക്തിയിൽ നിന്നുള്ള സ്നേഹത്തെ നിങ്ങൾ കാണുന്നു. എന്നിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? ആ വ്യക്തിയുടെ മനസ്സിൽ നിന്നും ഉള്ള സ്നേഹത്തെ നിങ്ങളെപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. വാക്കായാലും പ്രവൃത്തിയാണെങ്കിലും
സാന്നിധ്യമാണെങ്കിലും ആ വ്യക്തിയിൽ നിന്ന് ലഭിക്കുന്നത് നിങ്ങൾക്ക് പൂർണ്ണാർത്ഥത്തിൽ ലഭിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് സ്നേഹിക്കുന്നത് പോലെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്? അതൊരിക്കലും ഉണ്ട് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ആ വ്യക്തിയുടെ മനസ്സിൽ നിന്നും അത് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. പലപ്പോഴും ആ വ്യക്തി നിങ്ങളുടെ സ്നേഹത്തിൽ നിന്ന് ഒളിക്കുകയാണോ എന്ന് നിങ്ങൾ സംശയിക്കും. കുറേയൊക്കെ നിങ്ങളുടെ തോന്നലാകാം. കാരണം ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് സ്നേഹിക്കുന്നതിൻ്റെ അത്രയും ആ വ്യക്തി സ്നേഹിക്കുന്നില്ലെങ്കിൽ അതിലുള്ള കുറവ് കാണുമ്പോൾ നിങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഈ വ്യക്തിയെ കാണുന്നു, പക്ഷെ എന്നെ അതുപോലെ കാണുന്നില്ല. ഞാൻ സ്നേഹം പരിധിയില്ലാതെ നൽകുന്നിടത്ത് എന്നോട് സ്നേഹക്കുറവ് കാണുന്നത് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് തെളിവുകളുണ്ട്. പക്ഷെ നിങ്ങളെ അവഗണിക്കുന്നത്, മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളെ അവഗണിക്കുന്ന സാഹചര്യം ഉണ്ടാകാം. അത് കാണുമ്പോൾ നിങ്ങൾക്ക് സങ്കടം ഉണ്ടാവും. എന്തിനാണ് എന്നെ അവഗണിക്കുന്നത്? ഞാൻ ഒരു പരിധിയുമില്ലാതെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്തിനാണ് എന്നെ അവഗണിക്കുന്നത്? നിങ്ങൾ ആ ചോദ്യം നിങ്ങളോട് തന്നെ ചോദിച്ചു. ചില സാഹചര്യങ്ങളിൽ ചിലരെ നിങ്ങൾ നിരുത്സാഹപ്പെടുത്തിയിട്ടും അരുതെന്ന് പറഞ്ഞിട്ടും ചിലരെ പരിഗണിക്കുന്നു, ചിലർക്ക് ചില സാധ്യതകൾ നൽകുന്നു. അതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് തോന്നും, ഇങ്ങനെയാണോ എന്നോട് പെരുമാറുന്നത് എന്നുള്ളത്? എന്നെ ഇങ്ങനെ കണ്ടാൽ മതിയോ? ഞാൻ ഈ വ്യക്തിയെ എത്രമാത്രം സ്നേഹിച്ചതാണ്, എന്തുകൊണ്ട് എന്നോടിങ്ങനെ പെരുമാറുന്നു എന്നൊക്കെ നിങ്ങളുടെ മനസ്സ് പരിപൂർണമായിട്ടും ചോദിക്കും. ആ വ്യക്തിയുടെ ആ പെരുമാറ്റം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ വിഷമം ഉണ്ടാവും. എന്നെ ഇങ്ങനെയല്ല സ്നേഹിക്കേണ്ടത്. ഞാൻ സ്നേഹിച്ച പോലെ, ഞാൻ പരിഗണിച്ച പോലെ എന്തുകൊണ്ട് എന്നെ സ്നേഹിക്കാൻ കഴിയുന്നില്ല? നിങ്ങൾ പലപ്പോഴും ആ വ്യക്തിയോട് തന്നെ നേരിട്ട് ചോദിച്ചിട്ടുണ്ടാവാം, ഞാൻ നിങ്ങളെ ഇങ്ങനെയല്ലല്ലോ കണ്ടേക്കണം, എന്നിട്ട് എന്താണ് എന്നെ ഇങ്ങനെ കാണുന്നത്? അപ്പോൾ ആ വ്യക്തി നിങ്ങൾ അവഗണിക്കുന്ന പോലെ ഉത്തരം പറയാം. സോറി പറയുന്നത് വളരെ കുറഞ്ഞ സാഹചര്യങ്ങളിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതൊരു തെറ്റായിട്ട് ആ വ്യക്തിക്ക് തോന്നാത്ത സാഹചര്യങ്ങളായിരിക്കും ഒരുപക്ഷെ കൂടുതൽ. തെറ്റായിട്ട് തോന്നാത്ത സാഹചര്യത്തിൽ ആ വ്യക്തി പറയും, എനിക്കിത്രയൊക്കെ പറ്റുള്ളൂ, വേണമെങ്കിൽ മതി എന്ന് പറയും. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വിഷമം തോന്നും. കാരണം ഞാനങ്ങനെ പറയുന്നില്ലല്ലോ. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് അവരുടെ മനസ്സിലൊരു ദുഃഖം കാണുന്നില്ല, അവരൊരു സോറി പറയുന്നില്ല, അവർക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കും, എന്തുകൊണ്ട് ഈ വ്യക്തി എന്നോടിങ്ങനെ പെരുമാറുന്നു? എന്തുകൊണ്ട് ഈ വ്യക്തി എന്നോട് ഇത്തരം സമീപനങ്ങൾ സ്വീകരിക്കുന്നു? നിങ്ങളെ സംബന്ധിച്ച് വലിയ ദുഃഖം ഉണ്ടാക്കുന്ന കാര്യമാണ് അതൊക്കെ. നിങ്ങളെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള വിഷമം അത് മൂലം ഉണ്ടാകുന്നുണ്ട്. എന്നെ ഇങ്ങനെയല്ല പരിഗണിക്കേണ്ടത്, എന്നോട് കുറച്ചുകൂടി സ്നേഹം കാണിക്കണം, ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങളെന്നെ സ്നേഹിക്കണം, ഞാൻ നിങ്ങളെ പരിഗണിച്ച പോലെ നിങ്ങളെന്നെ പരിഗണിക്കണം. എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം, എനിക്ക് നിങ്ങളോടുള്ള ഇഷ്ടം, അതിനൊരു പരിധി ഉണ്ടായില്ല. ഞാനതിനു വേണ്ടി ആരെയും കാത്തു നിന്നിട്ടില്ല. പക്ഷെ എന്തുകൊണ്ട് എന്നെ പരിഗണിക്കുന്നില്ല? എന്തുകൊണ്ട് എന്നെ ഇഷ്ടപ്പെടുന്നില്ല? അങ്ങനെ ഒരു ചോദ്യം നിങ്ങൾ ചോദിച്ചു പോകും. ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും, പക്ഷെ ആ വ്യക്തി അതിന് നിരുത്തരവാദിത്തപരമായൊരു ഉത്തരം ചിലപ്പോൾ നൽകിയേക്കാം, എനിക്കിത്രേ കഴിയുള്ളൂ. അങ്ങനെ തുടരെ ആ വ്യക്തിയിൽ നിന്ന് ഉത്തരം കിട്ടുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം വരും, യഥാർത്ഥത്തിൽ ഈ വ്യക്തി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഇതെല്ലാം കാപട്യമാണോ? ഞാൻ വഞ്ചിക്കപ്പെടുകയാണോ? ഞാൻ എൻ്റെ സ്നേഹം മുഴുവനും പകർന്നു നൽകിക്കൊണ്ട് എന്നോട് ഇതുപോലെ പെരുമാറുന്ന ഈ വ്യക്തിയെ ഞാൻ എന്തിന് സ്വീകരിക്കണം, തുടരണം? നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് കൊണ്ട്, നിങ്ങളുടെ സ്നേഹം ആത്മാർത്ഥമായതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിൽ വിഷമമുണ്ടാകാം. പക്ഷേ
അത് വലിയൊരു ചോദ്യചിഹ്നമാണ്. നിങ്ങൾ പലപ്പോഴും ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ കണ്ണടച്ച് പ്രാർത്ഥിച്ചാണ് എന്നോട് സ്നേഹം ഉണ്ടായിരിക്കണേ. കാരണം ഞാനതിൻ്റെ ഉത്തരം കണ്ടെത്താൻ നടക്കുമ്പോഴും ഒരു ഉത്തരം മാത്രമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്നെ ഈ വ്യക്തി സ്നേഹിക്കണം. എനിക്കിന് മറ്റൊരു ഇടമില്ല. ഒരു പക്ഷേ ഇടമുണ്ടാകാം, ഇതിനേക്കാൾ നല്ല വ്യക്തിയെ കിട്ടിയേക്കാം. പക്ഷെ അതല്ല, ഞാൻ അങ്ങോട്ട് നൽകിയ സ്നേഹം വളരെ ആത്മാർത്ഥതയുള്ള ഒരു സ്നേഹമായിരുന്നു. ഈ ആത്മാർത്ഥതയുള്ള സ്നേഹം ഞാൻ അങ്ങോട്ട് നൽകിയതിന് പകരമായിട്ട് ആത്മാർത്ഥത ഇല്ലാത്ത ഒരു സമീപനം കിട്ടുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടാകുന്ന ദുഃഖം അതെനിക്ക് സഹിക്കാൻ കഴിയാത്തതാണ്. നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ വ്യക്തി ചില തെറ്റായ ധാരണകൾക്കും തെറ്റായ ചിന്താഗതികൾക്കും അടിമപ്പെട്ടിരിക്കുകയാണ്. ഒരു വ്യക്തി ഒരാളെ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോൾ പകരം ആ സ്നേഹത്തെ മാനിക്കേണ്ട അടിസ്ഥാനപരമായ ഒരറിവ് പോലും നിങ്ങളുടെ വ്യക്തിക്കില്ല. പക്ഷെ അതിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ തിരിച്ച് സ്നേഹിക്കുന്നില്ല എന്നർത്ഥമില്ല. തനിക്ക് ദേഷ്യം തോന്നിയാൽ, തനിക്ക് സങ്കടം തോന്നിയാൽ, തന്നെ മറ്റാരെങ്കിലും ഉപദ്രവിച്ചാൽ, തന്നെ മറ്റാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ആ ദേഷ്യം മുഴുവനും തന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആളുടെ മുകളിലേക്ക് കയറുക, അല്ലെങ്കിൽ ആ വ്യക്തിയിലേക്ക് മാത്രം കൊടുക്കുക. അങ്ങനെ ഒരു ചിന്താഗതിയിലാണ് യഥാർത്ഥത്തിൽ ഈ വ്യക്തിയുള്ളത്, നിങ്ങളുടെ വ്യക്തിയുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ അത്രത്തോളം ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട്, യഥാർത്ഥത്തിൽ ആ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്. പക്ഷേ അതൊന്നും മനസ്സിലാക്കാനോ അതൊന്നും മനസ്സിലാക്കിക്കാനോ ഒന്നും ഒരു ശ്രമവും ഉണ്ടാവുന്നില്ല. നിങ്ങളെ സ്നേഹിക്കാതിരിക്കുന്നില്ല, നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ കാണിക്കേണ്ട മര്യാദകളെക്കുറിച്ച് ഒരു ബോധ്യവുമില്ല. സ്നേഹമൊക്കെ വെറുതെ ഉണ്ടായതാണ്, പിന്നെ എൻ്റെ കഴിവുകൊണ്ടാണ് എന്നെ എൻ്റെ വ്യക്തി സ്നേഹിക്കുന്നതെന്നുള്ള ചിന്ത ആ വ്യക്തിക്കുണ്ട്. നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കാൻ കാരണം ആ വ്യക്തിയുടെ കഴിവാണ് എന്നാണ് ആ വ്യക്തി കരുതുന്നത്. അതൊരു അബദ്ധധാരണയാണ്. സ്നേഹം അങ്ങനെ ഉണ്ടായി. ഈശ്വരൻ രണ്ടുപേർക്കും അടുക്കാനുള്ള അനുഗ്രഹം നൽകിയപ്പോൾ സ്നേഹം അങ്ങനെ ഉണ്ടായതാണ്. സ്നേഹിക്കുന്നുണ്ടോ ആ വ്യക്തിക്ക് അറിയാം നിങ്ങൾ നൽകുന്ന സ്നേഹത്തെ, അല്ലെങ്കിൽ ആ സ്നേഹത്തിൽ നിന്നൊരു കുളിര്, അല്ലെങ്കിൽ ഒരു പ്രകാശം, ഒരു തണൽ, ഒരു നന്മ എനിക്കുണ്ടെന്ന് ആ വ്യക്തിക്ക് ബോധ്യമുണ്ട്. പക്ഷെ അതെനിക്ക് കിട്ടിയത് എൻ്റെ കഴിവ് കൊണ്ടാണ്, എൻ്റെ ഗുണം കൊണ്ടാണ് എന്നൊരു ധാരണയുണ്ട്. അതൊരിക്കലും എന്നിൽ നിന്ന് മാഞ്ഞു പോകില്ല ഞാൻ എന്തൊക്കെ ചെയ്താലും. നിങ്ങളങ്ങനെ കാലവും അല്ലെങ്കിൽ ചിന്തയും ഒന്നും നോക്കാതെ എന്നും ആ വ്യക്തിയെ സ്നേഹിക്കുമെന്നാണ് ആ വ്യക്തി കരുതുന്നത്. അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ വേദനിപ്പിക്കുന്ന പല സംഭവങ്ങളും തുടർച്ചയായി ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലൊരു വേദനയുണ്ട്. എന്നെ എന്തുകൊണ്ടും മനസ്സിലാക്കുന്നില്ല, എന്നെ എന്തുകൊണ്ടും മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. ആ ചോദ്യം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുന്ന മുറിവുകൾ, ആ ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന മുറിവുകളെക്കുറിച്ച് ഈ വ്യക്തി ചിന്തിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഈ വ്യക്തി അത് ചിന്തിക്കണമായിരുന്നു. ഇനി എന്തെങ്കിലും പ്രശ്നമോ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനൊക്കെ ഉണ്ടായിട്ട് ചിന്തിക്കാനായിരിക്കും ആ വ്യക്തി ഇരിക്കുന്നത്. പക്ഷേ വേണ്ട. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊരു വ്യക്തിയെ സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു, ആ വ്യക്തിക്കൊപ്പം തന്നെ ചേർന്ന് ജീവിതം കൊണ്ടുപോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ആ വ്യക്തിയുടെ വലിപ്പമോ ചെറുപ്പമോ സൗന്ദര്യമോ ധനമോ ഒന്നും നിങ്ങൾക്ക് അവിടെ വിഷയമല്ല. കേവലം ആത്മാർത്ഥമായ സ്നേഹം മാത്രം പരിഗണിച്ച് നിങ്ങൾ സ്നേഹിക്കുന്നു. ആ വ്യക്തിയെ നിങ്ങളെ തിരിച്ച് സ്നേഹിക്കുന്നു. പക്ഷേ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, ചില തീരുമാനങ്ങൾ, അത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വ്യത്യാസമാണ്. നിങ്ങൾ പ്രണയത്തെ, ഇഷ്ടത്തെ, സ്നേഹത്തെ, മാന്യതയെ വലിയ പ്രാധാന്യത്തോടെ കാണുന്നൊരു വ്യക്തിയാണ്.
ചിലർ പറയും നിങ്ങളോട് ഇത്രയൊക്കെ ആത്മാർത്ഥത ആരോടും കാണിക്കരുതെന്ന്. അത്തരം ഒരു വ്യക്തിയാണ് നിങ്ങൾ. പക്ഷെ നിങ്ങളുടെ വ്യക്തി ഒരു സാധാരണ വ്യക്തിയാണ്. അതിൻ്റെ ശകലങ്ങൾ ചിന്താധാരകൾ നിങ്ങളോളം വരില്ല. നിങ്ങൾ ഈശ്വരനെ ആത്മാർത്ഥമായി ഈശ്വരനിൽ അടിമപ്പെടുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ മതവിശ്വാസം ഏതാണെങ്കിലും ശരിയായ രീതിയിലാണ് നിങ്ങളുടെ വിശ്വാസം. അന്യനെ ഉപദ്രവിച്ചെന്തെങ്കിലും നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ വ്യക്തിയുടെ വിശ്വാസമൊക്കെ നേരാണെങ്കിലും ആ വ്യക്തി ഒരു ചെറിയ മനസ്സിൻ്റെ ഉടമയാണ്. പ്രത്യേകിച്ച് ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് ജീവിത സാഹചര്യത്തിലുള്ള ആളുകളെല്ലാം അതുപോലെയാണ്. അതുകൊണ്ടുള്ളൊരു വ്യത്യാസം മാത്രമാണ്. നിങ്ങളുടെ ഇഷ്ടത്തെയും സ്നേഹത്തെയും നിങ്ങളുടെ മൂല്യത്തെയും അറിഞ്ഞു മുന്നോട്ട് പോവുക. ഒരു പ്രതിസന്ധിയും നിങ്ങളെ തടയാനായിട്ടുണ്ടാവില്ല. ഒരു പ്രതിസന്ധിയും നിങ്ങളെ തകർക്കില്ല. ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. നിങ്ങളെപ്പോലെ വിശാലമായൊരു മനസ്സില്ല, ചിന്താഗതിയില്ല. അത് ഒരുപക്ഷെ ആ വ്യക്തിയുടെ കുറ്റമല്ല. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണോ ആ വ്യക്തിക്ക് സ്നേഹം നൽകുന്നത് അതുപോലെ പ്രതീക്ഷിക്കരുത്. അത് ലഭിക്കുകയുമില്ല. അല്ലാതെ മറ്റെല്ലാ വസ്തുതകളും നോക്കിയാൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്. ധൈര്യമായി മുന്നോട്ട് പോവുക. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷത്തോടെ മുന്നേറാൻ കഴിയും. കാരണം ആത്മാർത്ഥത കുറവല്ല, ജീവിതത്തിനോടുള്ള സമീപനത്തിലുള്ള വ്യത്യാസം മാത്രമാണ്. നിങ്ങൾ നഷ്ടപ്പെട്ടാൽ വേദനിക്കുന്ന ഒരു മനസ്സ് ആ വ്യക്തിക്കുണ്ട്. അതിലൊന്നും തർക്കമില്ല. ആ വ്യക്തിയുടെ മനസ്സ് ഇതുവരെ വായിക്കുകയായിരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് ഏറ്റവും വലുത്. അതുകൊണ്ട് തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.